ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്, അതായത് അധ്യാപക ദിനം. നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ അധ്യാപിക എന്തായാലും നമ്മുടെ അമ്മയായിരിക്കുമല്ലേ. ചിലർക്ക് അത് അച്ഛനുമായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അധ്യാപനം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്കൂൾ കലാലയ ജീവിതത്തിലെ ടീച്ചേഴ്സുമാരായിരിക്കും. അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ വായനാ ദിനം ആചരിക്കാറുണ്ട്. ആ വായിക്കാനുള്ള അറിവ് പോലും നമുക്ക് തന്നിട്ടുള്ളത് ഈ അധ്യാപകരാണ്. ഞാൻ തന്നെ എൻ്റെ ഈ നോവലുകളും കഥകളും ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ അത് വായിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടിയത് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ കൂടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ചില ഫ്രണ്ട്സും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അധ്യാപകർ എന്ന് പറയുന്നത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ളൊരു പ്രചോദനമാണ് അവർ തരുന്നത്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ്മാരുണ്ട്. എല്ലാവർക്കും നമ്മുടെ വക ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. എൻ്റെ 7ാം ക്ലാസ്സിലെ പഠനത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഭവമാണ് എൻ്റെ മലയാള ടീച്ചർ. എൻ്റെ മലയാള ടീച്ചർ ഏറെ പറയുമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറിനെ കുറിച്ച്. എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു മനുഷ്യനായിരുന്നു. മലയാള കവിയും ഗദ്യകാരനുമായിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ അടക്കം നിരവധി പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവായ ചങ്ങമ്പുഴ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിയാണ്. അന്ന് ഉത്തര തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടിരുന്ന ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ 1911 ഒക്ടോബർ 10 കൃഷ്ണപിള്ള ജനിച്ചു. ഒരു കാലത്ത് ഇടപ്പള്ളിയിൽ ഏറ്റവും അധികം സമ്പന്നനും പ്രതാപമുള്ള തറവാടുകളിൽ ഒന്നായിരുന്നു ചങ്ങമ്പുഴയുടെ തറവാട്. കാരണവന്മാരുടെ മർക്കട മുഷ്ടിയും പിടിവാശികളും ധൂർത്തുമൊക്കെ ആ തറവാടിൻ്റെ സമ്പത്തും അതോടൊപ്പം അതിൻ്റെ പ്രതാപവും നഷ്ടമാക്കി. അങ്ങനെ ശൈവമുഖമായ ഒരു തറവാട്ടിലായിരുന്നു കൃഷ്ണപിള്ള എന്ന് ജനിച്ചത്. ബാല്യകാല വിദ്യാഭ്യാസം വളരെ ക്ലേശകരമായാണ് അദ്ദേഹം നീങ്ങിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച കാലത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഇടപ്പള്ളി പ്രസ്ഥാനത്തിൻ്റെ ജനയിതാക്കളിൽ ഒരാളും കവിയുമായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ള ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം ചങ്ങമ്പുഴയുടെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ചത്. രമണൻ എന്ന വിലാപ കാവ്യം എഴുതുന്നതിന് ഈ സംഭവം പ്രേരണയായി. മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തമായ കൃതികളിലൊന്നായി രമണൻ മാറി. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചങ്ങമ്പുഴ പ്രശസ്ത കവിയായി തീർന്നിരുന്നു. പഠനത്തിന് ശേഷം സാമ്പത്തിക ക്ലേശം കാരണം യുദ്ധസേവനത്തിന് പോയി. 2 വർഷത്തിന് ശേഷം ജോലി രാജിവെച്ച് മദിരാശിയിലെ ലോ കോളേജിൽ ചേർന്നു. എങ്കിലും പഠനം മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അനന്തരം അദ്ദേഹം എഴുത്തിൽ മുഴുകി. ഇടപ്പള്ളിയിൽ സകുടുംബം താമസിച്ചിരുന്നു. 1948 ജൂൺ 17 വാതരോഗത്തെ തുടർന്നും ക്ഷയരോഗം കാരണം അദ്ദേഹത്തിൻ്റെ മരണം തൃശൂർ മംഗളോദയ നഴ്സിംഗ് ഹോമിൽ വെച്ച് സംഭവിക്കുകയുണ്ടായി. 7ാം ക്ലാസ്സിലെ മലയാള സാർ ചങ്ങമ്പുഴയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 36ാം വയസ്സിലായിരുന്നു മരണപ്പെട്ടതെന്നാണ്. ഞാൻ അതോർത്ത് അന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഥകളും കവിതകളും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ ഇനിയും പിറക്കുമായിരുന്നു. എന്തോ ദൈവം അദ്ദേഹത്തെ നേരത്തെ വിളിച്ചു പോയെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് വിഷമവും തോന്നിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കളിത്തോഴി എന്ന നോവൽ ഞാൻ വായിക്കാനിടയായി. തേനൂറുന്ന കവിതകളിലൂടെ മലയാള കാവ്യലോകത്തെ കനകച്ചിലങ്കയണിയിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച നോവലാണ് കളിത്തോഴി. കവിതയിൽ മാത്രമല്ല നോവൽ രചനയിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രതിഭയുടെ തിളക്കം എത്രമാത്രം ശക്തിമത്തായിരുന്നു എന്ന് ഈ ഗ്രന്ഥരചനയിലൂടെ വ്യക്തമാകുന്നു. ആരെയും ആകർഷിക്കുന്ന ഭാഷയും ഉള്ളടക്കവും ഉജ്ജ്വലവുമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇതിനെ ആമുഖമായിട്ട് പറയുന്നത് തന്നെ ഈ കൃതിയെ ഒരു നോവൽ എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 ആഴ്ചക്കിടയിൽ ഞാൻ എഴുതി തീർത്തൊരു നീണ്ട കഥാപുസ്തകമാണിത്. രമണനെ പോലെ തന്നെ ഈ കൃതിയോടും എനിക്ക് പ്രത്യേക ഒരു മമതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ രമണന് ശേഷം ഞാൻ എഴുതിയ ഏറ്റവും ദൈർഘ്യമുള്ള കൃതി ഇതാണ്. ഏതായാലും ഒന്നെനിക്ക് പറയാൻ കഴിയും, ഇതൊരു വിവർത്തനമോ അനുകരണമോ അല്ല. അന്നത്തെ എൻ്റെ എളിയ കഴിവുകളുടെ നിയന്ത്രണത്തിൽ നിർമ്മിപ്പിക്കപ്പെട്ടുള്ള സ്വതന്ത്ര കലാസൃഷ്ടിയാണ് എന്നാണ് അദ്ദേഹം ഇതിനെ ആമുഖമായി വിശേഷിപ്പിക്കുന്നത്. ഇതിലെ അമ്മിണി എന്ന കളിത്തോഴിയെ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമുക്ക് സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് കാണില്ലേ, പക്ഷെ നമ്മുടെ ചെറുതിലെ നമ്മുടെ കളിച്ചു വളർന്ന ഒരാളെ നമ്മൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ അതിലൊരു കളിത്തോഴിയായിരുന്നു അമ്മിണി. പക്ഷെ രവീന്ദ്രൻ അമ്മിണിയെ അങ്ങനെ അല്ലായിരുന്നു കണ്ടിരുന്നത്. രവീന്ദ്രൻ അവളെ ജീവനായിരുന്നു. പക്ഷെ അവളെ സ്നേഹിച്ച അത്രത്തോളം രവീന്ദ്രൻ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ കഴിയുള്ളൂ. ഈ നോവൽ വായിച്ചു തീരുമ്പോൾ എന്തോ നമ്മളെ മനസ്സിനെ ഇത് മുറിവുപെടുത്തുന്നു. കാരണം അമ്മിണി ആത്മാർത്ഥമായി സ്നേഹിച്ച സ്നേഹം അമ്മിണിക്ക് ആരുടെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരുടെയൊക്കെയോ കുറ്റങ്ങൾ കാരണം ആരൊക്കെയോ
ചേർത്ത് അവളെ കുറ്റപ്പെടുത്തിയത് കാരണം അവളുടെ ജീവിതം മുരടിച്ചു പോയിട്ടുണ്ട്. ഇതിലെ മല്ലിക എന്ന കഥാപാത്രവും നമ്മളെ മനസ്സിനെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. കാരണം മല്ലിക പിൽക്കാലത്ത് രവിയുടെ ഭാര്യയായിരുന്നു. പക്ഷെ മല്ലിക രവീന്ദ്രനെ സ്നേഹിച്ചതുപോലെയും രവീന്ദ്രൻ തിരിച്ച് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് അറിയില്ല. രവീന്ദ്രൻ്റെ മനസ്സിൽ എന്നും അമ്മിണിയായിരുന്നു. പക്ഷേ അമ്മിണിയുടെ സ്നേഹത്തിന് രവീന്ദ്രൻ എന്നും സംശയിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അമ്മിണിക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നുവെങ്കിലും അതിലും സംശയത്തിൻ്റെ തീനാളകൾ വന്നു വീഴുന്നത് കൊണ്ട് തന്നെ ആ ജീവിതവും അത്ര സുഖകരമല്ലായിട്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ കഥ വായിച്ച് തീരുമ്പോൾ തന്നെ ചങ്ങമ്പുഴയുടെ എഴുത്തിനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ആ എഴുത്തിൽ തന്നെയുണ്ട് അവരുടെ പ്രണയം. ആ പ്രണയവും പ്രണയത്തിൻ്റെ തീരാനഷ്ടവും എല്ലാം അതിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നീട് ഈ കളിത്തോഴിയെ എസ്.കെ. പൊറ്റക്കാട് സംവിധാനം ചെയ്തൊരു സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടോ എന്നറിയില്ല. പക്ഷേ ആ സിനിമയും ഈ നോവലും വായിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളെയെല്ലാം ആ സിനിമ കറക്റ്റ് ഒപ്പിയെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ നോവലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സിനിമ അങ്ങനെയല്ലേ എടുക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ ഈ നോവൽ വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചങ്ങമ്പുഴയുടെ ഒരു കവിത ഓർമ്മ വരും. നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും, ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലയ്ക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസമാണതെന്നാണ് ചങ്ങമ്പുഴ ഒരു കവിത രചിച്ചത്. പക്ഷേ ഈ കവിതയിൽ തന്നെ എനിക്കെന്തോ ഈ കളിത്തോഴിയാണ് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. കാരണം ഈ കവിതയിലുള്ള ഒരു സത്ത്, എന്തോ ഒരു സത്ത് നമുക്ക് ഈ കളിത്തോഴിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം തൻ്റെ കൂട്ടുകാരനെ സ്നേഹിച്ച അമ്മിണിക്ക് ലഭിച്ചത് എന്താണ്, അത് ഈ നോവൽ വായിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ തൊട്ട് തലോടുന്നുണ്ട്. എൻ്റെ ചിറകിന്മേൽ എനിക്കെൻ്റെ അല്ലാതെ പൊന്തൂവലൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ചങ്ങമ്പുഴ നമ്മുടെയൊക്കെ മനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാനിത് പറയാൻ കാരണം ഈ കളിത്തോഴി എന്ന നോവൽ വായിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.